ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടാർഗറ്റ് ഗേറ്റ് 26 എന്നുള്ളൊരു സെഷൻ ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഗേറ്റ് എക്സാം, അതായത് ഗേറ്റ് 2026 ഇപ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡിഫറെൻറ്റ് എക്സാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഗേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഇലക്ട്രോ മാഗ്നറ്റിക്സ്, അതായത് സെക്ഷൻ 8ന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരും വിചാരിക്കുന്നത് ഗേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് എക്സാം ആണ്, അത് നമുക്ക് അങ്ങനെയൊക്കെ പെട്ടെന്നൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് 1 ഇയർ ഒക്കെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ക്രാക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കുറേ ഒരു കോൺസെപ്റ്റുകൾ നമ്മളെ ഗേറ്റ് എക്സാമിനെ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഗേറ്റിൻ്റെ ഒരു പാരലലി നമുക്ക് ഗേറ്റും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ, അതായത് നമ്മളിപ്പോൾ കെ ടി യുവിൻ്റെ അണ്ടറിലുള്ള സിലബസിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിടെക് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് നോക്കാൻ പറ്റും. സോ നമുക്ക് എന്താ പറയുക, നമുക്ക് പാരലലി തന്നെ ഗേറ്റ് കുറച്ചും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ തന്നെ ഗേറ്റ് എക്സാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സെക്ഷൻ 8 ഗേറ്റ് 2026ന്റെ ക്വസ്റ്റ്യൻ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സെഷൻസ് കാണാൻ പറ്റും. അതായത് ECEന്റെ അണ്ടറിൽ ഡിഫറെൻറ്റ് സെഷൻസ് കാണാൻ പറ്റും. അതിൽ സെക്ഷൻ 8 ആണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് പഠിക്കുമ്പോൾ KTU ന്റെ അണ്ടറിലുള്ള ഒരുപാട് ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഗേറ്റിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. A 50 ohm lossless transmission line is terminated with a load ZL of 50 minus J75 ohm. If the average incident power on the line is 10 milliwatt, then the average power delivered to the load in milliwatt rounded off to 1 decimal place is dash. അപ്പോൾ ഗേറ്റിന് ഇതൊരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓപ്ഷൻസ് ഇല്ല. ഗേറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഓപ്ഷൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, ഗേറ്റ് 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? പവർ കണ്ടുപിടിക്കാനാണ് അല്ലേ, ആവറേജ് പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ വന്നിട്ടുള്ളത് P average is equal to 1 minus gamma mod gamma square into PI, അതായത് നമ്മളുടെ ഇൻപുട്ട് പവർ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. നിങ്ങൾക്ക് ഗാമ അറിയുണ്ടാവും, നമ്മളെ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ആണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ മൊഡ്യൂൾ 3ലും മൊഡ്യൂൾ 4ലൊക്കെ ഈ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ഒരുപാട് പ്രോബ്ലംസും ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഇതാണ് നമ്മൾ ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഈ ഇക്വേഷൻ നമ്മൾ ആവറേജ് പവർ ഡ്യൂ ടു ഡിസ്റ്റൻസ് L ഫ്രം ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെറിവേഷനൊക്കെ നമ്മുടെ സെഷനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കോഴ്സ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ കൂടെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. ഗേറ്റ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ തന്നിട്ടുള്ളത് ZL ഈസ് ഈക്വൽ ടു 50 മൈനസ് J75 തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ലോഡ് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഇൻസിഡൻറ്റ് പവർ, അതായത് PI തന്നിട്ടുണ്ട് 10 മില്ലി വാട്ട്. അപ്പോൾ ലോഡ് ഇമ്പിഡൻസ് തന്നാൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗാമ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഗാമ എന്ന് പറയുന്നത് നമ്മളെ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ. സോ നമുക്കറിയാം ഗാമ ഈസ് ഈക്വൽ ടു ZL മൈനസ് Z0 ബൈ ZL പ്ലസ് Z0. Z0ഉം തന്നിട്ടുണ്ട് അല്ലേ. Z0 ഈസ് ഈക്വൽ ടു 50 ohm തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. സോ ZL എത്രയായിരുന്നു? 50 മൈനസ് J55. 50 മൈനസ് J75 മൈനസ് Z0 50 അല്ലേ. 50 ഡിവൈഡഡ് ബൈ 50 മൈനസ് J75 പ്ലസ് 50. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാമ കിട്ടും -3J ഡിവൈഡഡ് ബൈ 4 മൈനസ് 3J എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാമ വന്നിട്ടുള്ളത്. സോ മോഡ് ഗാമ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡ് ഗാമ ഈസ് ഈക്വൽ ടു 3/5. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.6 കിട്ടും. ക്ലിയർ ആയോ? അപ്പം നമുക്ക് P ഡെലിവേർഡ് കണ്ടുപിടിക്കാനുള്ള ഗാമ കിട്ടിയില്ലേ. സോ P ഡെലിവേർഡ് അല്ലെങ്കിൽ P ആവറേജ് ഈസ് ഈക്വൽ ടു 1 മൈനസ് മോഡ് ഗാമ സ്ക്വയർ ഇൻറ്റു PI. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് മോഡ് ഗാമൻ്റെ സ്ക്വയർ 0.6ൻ്റെ സ്ക്വയർ ഇൻറ്റു 10 മില്ലി വാട്ട് അല്ലേ, 10 മില്ലി വാട്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6.4 മില്ലി വാട്ട്.
നമ്മളോട് ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് 1 ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ചെയ്തിട്ടുള്ള ആൻസർ ആണ് വേണ്ടത്. സോ 6.4 മില്ലി വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഗേറ്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അങ്ങനെയാണെന്ന്. പക്ഷെ നമ്മൾ KTU നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ, അതായത് നമ്മളെ ബിടെക്കിന്റെ സമയത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പാരലലി ഗേറ്റും കൂടി നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. An electric field of 0.01 volt per meter is applied along the length of a copper wire of circular cross section with a diameter 1 millimeter. Copper has a conductivity of 5.8 into 10 raised to 7 Siemens per meter. The current in amperes rounded off to 2 decimal places following through the wire is options ഉണ്ട് 0.46, 1.82, 0.58, 1.12. ഇത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതാം. എന്താ നമുക്ക് കാണേണ്ടത്? കറന്റ് ആണ് കാണേണ്ടത്. ആംപിയറിലുള്ള കറന്റ് ആണ് കാണേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡിന്റെ വാല്യൂ വന്നിട്ടുണ്ട് E is equal to 0.01 ആംപിയർ പെർ മീറ്റർ. പിന്നെ ലെങ്ത് ഓഫ് ദ കോപ്പർ വയർ സർക്കുലർ ക്രോസ് സെക്ഷൻ വിത്ത് ഡയമീറ്റർ തന്നിട്ടുണ്ട് 1 മില്ലിമീറ്റർ. പിന്നെ സർക്കുലർ ക്രോസ് സെക്ഷൻ കോപ്പർ ഹാസ് എ കണ്ടക്ടിവിറ്റി, കോപ്പറിന്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി നമ്മൾ എങ്ങനെയാ പറയാ? സിഗ്മ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.8 into 10 raised to 7 Siemens per meter. Then next one, അത്രയൊക്കെയാണ് തന്നിട്ടുള്ളത്. നമ്മളോട് കാണാൻ പറ്റുള്ളത് കറണ്ട് ആണ്. അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ അറിയാം, I is equal to V by R. ഇതെന്താണ്? നമ്മളുടെ ഓംസ് ലോ ആണല്ലോ. ഇത് അറിയാത്തത് ഉണ്ടാവില്ലല്ലോ. സോ I is equal to V by R. അപ്പോൾ ഇതിൽ നിന്ന് V നമുക്കറിയാം E into L. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ലെങ്ത് നോക്കിയാൽ നമുക്ക് V കിട്ടും. പിന്നെ അതുപോലെ റെസിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോ എൽ ബൈ എ. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടിങ് വയർ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ. അപ്പൊ ഇതൊന്നും നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് I എന്ത് കിട്ടും? I is equal to E into L divided by rho into L by A. സോ ഇതിൽ നിന്ന് എല്ലും പോയി. പിന്നെ നമുക്ക് I എന്താണ് വരിക? I is equal to E ഉണ്ട്, ഈ റോ ബൈ എ മേലെ പോവും. മേലെ പോയിട്ട് നമുക്ക് എന്ത് വരും? എ റോ വരും അല്ലേ? എ റോ അല്ലെങ്കിൽ 1 by റോനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by റോ. ഇപ്പൊ നമുക്ക് ഇത് വരുമ്പോൾ E A by റോ എന്ന് വരും. അതിൽ 1 by റോ എന്ന് പറയുന്നത് നമുക്ക് കണ്ടക്ടിവിറ്റി ആണ്. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻസിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ 1 by റോ എന്ന് പറയുമ്പോൾ സിഗ്മയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് I is equal to സിഗ്മ EA, E സിഗ്മ എ. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. എ എന്ന് പറയുന്നത് ഏരിയ ആണ് അല്ലേ? എ എന്ന് പറയുന്നത് ഏരിയ ആണ്. അപ്പോൾ ഏരിയ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കോപ്പർ വയർ ആണ്, സർക്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കോപ്പർ വയർ ആണെന്ന് പറയുമ്പോൾ, കോപ്പർ വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്താൽ കിട്ടും. ഞാനിവിടെ ഒരു ഡയഗ്രാം വരച്ച് കാണിക്കാം. ഇതാ ഇങ്ങനെയായിരിക്കും നമ്മൾ കോപ്പർ വയർ ഉണ്ടാവുക അല്ലേ? സോ ഈ കോപ്പർ വയറിന്റെ ഈ എന്താ പറയുക ഏരിയ അല്ലെങ്കിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട് 1 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഒരു സർക്കുലർ ക്രോസ് സെക്ഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? A ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ. എന്താണ് ഇവിടെ? ഡയമീറ്റർ ആണ് 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ പറയുമ്പോൾ 1 മില്ലിമീറ്ററിന് നമുക്ക് 0.5 ഇൻറ്റു 10 റേസ് ടു -3 അത്രയും സ്ക്വയർ അല്ലേ? 0.5 ഇൻറ്റു 10 റേസ് ടു -3 സ്ക്വയർ. സോ ഏരിയ വിൽ ബി ഈക്വൽ ടു 7.85 ഇൻറ്റു 10 റേസ് ടു -7. അപ്പോൾ I ഈസ് ഈക്വൽ ടു E എത്രയായിരുന്നു? 0.01. പിന്നെ സിഗ്മ കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 5.8 ഇൻറ്റു 10 റേസ് ടു 7. പിന്നെ ഈ ഏരിയൻ്റെ വാല്യൂ 7.85 ഇൻറ്റു 10 റേസ് ടു -7. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.46 ആംപിയർ. സോ നമ്മൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ 2 ഡെസിമൽ പോയിന്റ് റൗണ്ട് ഓഫ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് 0.46 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള ഓംസ് ലോയും പിന്നെ റെസിസ്റ്റൻസിന്റെ
റോ എൽ ബൈ എയും. അപ്പം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റണം. റോ എന്ന് പറയുമ്പോൾ 1/σ ആണ്. അതിനാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയുക KTUന്റെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആണെങ്കിലും നമ്മൾ 12th എല്ലാ സമയത്താണെങ്കിലും ഒരു പ്രോബ്ലം തരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയ ഡാറ്റാസ് എന്ന് നമ്മൾ എടുത്ത് എഴുതണം. അപ്പോഴാണ് നമുക്ക് വേണ്ടത് അതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള മേ ബി ചില ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് കണക്ട് ചെയ്യേണ്ടി വരും. സോ അതാണ് നമ്മൾ കറണ്ട് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു 0.46 ആംപിയർ എന്നുള്ളത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് A square metal sheet of 4 meter into 4 meter is placed on the xy plane as shown in the figure below. If the surface charge density in microcoulomb per meter square on the sheet is rho s x, y 4 mod y, then the total charge in microcoulomb rounded off to the nearest integer on the sheet is. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് ആണ് അല്ലേ, ചാർജ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചാർജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, റോ എസ് അല്ലെ. റോ എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി 4 mod y ആണ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ഗോസസ് ലോയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, അങ്ങനത്തെ കുറച്ച് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ടോപ്പിക്കിന്റെ അണ്ടറിൽ ഒരുപാട് ഇങ്ങനത്തെ ടേംസും അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ക്യൂ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ എസ് ഡി എസ്. പഠിച്ചത് ഓർമ്മയുണ്ടോ? സർഫസ് ആകുമ്പോൾ റോ എസ് ഡി എസ്, വോളിയം ആകുമ്പോൾ റോ വി ഡി വി, ലൈൻ ആകുമ്പോൾ റോ എൽ ഡി എൽ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. സോ ആ സെയിം ഇക്വേഷൻ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്കറിയാം ഇന്റഗ്രൽ 4 mod y ds. സർഫസ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്. സോ ഡി എക്സും ഡി വൈയും ആണ്. സോ ഡി എക്സും ഡി വൈ ആണ്. അപ്പൊ ഈ ഡയഗ്രാം തന്നിട്ട് എന്തിനാന്ന് മനസ്സിലായോ? ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ്സ് കണ്ടുപിടിക്കേണ്ടേ, ലിമിറ്റ്സ് അറിയണ്ടേ, അതായത് ഏത് പോയിന്റ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് മനസ്സിലാവണ്ടേ. സോ എക്സിൻ്റെതാണ് -2 to 2, അതേപോലെ തന്നെ വൈൻ്റെതും -2 to 2. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത്. സോ ഡബിൾ ഇന്റഗ്രൽ -2 to 2 അതേപോലെ -2 to 2. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആദ്യം 4y. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ -2 to 2, 4y ഇവിടെ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ സോ -2 to 2 dx dy. സോ dx dy അറിയുമ്പോൾ 2 മൈനസ് എന്ത് വരും, ഇന്റഗ്രൽ dx എന്താണ്, എക്സ് തന്നെയല്ലേ. സോ ഇന്റഗ്രൽ dx എക്സ് എന്ന് പറയുമ്പോൾ -2 to 2 4 mod y, പിന്നെ ഇതിനെ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് തന്നെ -2 to 2 dy. സോ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -2 to 2 4 mod y, then 2 -2 അല്ലേ. 2 -2 എന്ന് പറയുമ്പോൾ എന്താണ്, 2 + 2 4 എന്ന് വരും അല്ലേ. 4 എന്ന് വരുമ്പോൾ ഇവിടെ -2 to 2 4 mod y, പിന്നെ ഒരു 4 വരും, പിന്നെ ഒരു dy എന്ന് വരും. സോ അത് നമുക്ക് ഈ 4ഉം 4ഉം കോൺസ്റ്റന്റ് ആകുന്നതുകൊണ്ട് 16 ഇവിടെ പുറത്തെടുക്കാം. പിന്നെ -2 to 2 mod y dy. സോ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന്, ഇതൊരു സിമെട്രിക്കൽ പ്രോപ്പർട്ടി പ്രകാരം ബൈ യൂസിങ് സിമെട്രി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയോ? ഇന്റഗ്രൽ -x to x mod x dy എന്ന് വരിക, അല്ലെങ്കിൽ -a to a, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി mod y എന്ന് വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 2 into integral 0 to 2 y dy. ക്ലിയർ ആയോ? ഇങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. സോ അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വരും എന്നറിയോ? ഇവിടെ 16 വരും, ഇതിനെ നമുക്ക് × 2 ഇന്റഗ്രൽ 0 to 2 y dy എന്ന് എഴുതാം. ഓക്കെ, y dy എന്ന് എഴുതാം. അപ്പോൾ അതവിടെ എഴുതി 16 × 2, പിന്നെ ഇന്റഗ്രൽ y dy എന്ന് പറയുമ്പോൾ എന്താ, y²/2, അതായത് 0 to 2. സോ 16 × 2, പിന്നെ 2² ദാറ്റ് ഈസ് 4/2 -0/2 0. സോ 2ഉം 2ഉം പോയി. 16 × 4 എന്താണ്, 64 മൈക്രോ കൂളോം. സിമ്പിൾ അല്ലേ? ജസ്റ്റ് നോർമൽ സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. അതിൽ ആഡ് ഓൺ ആയിട്ട് ഈ ഒരു സിമെട്രീന്റെ കേസ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റോ എസ് ഈക്വൽ ടു ഇത്ര വാല്യൂ ആണ്. അപ്പോൾ ക്യൂ എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു സർഫസ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് കിട്ടും. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് ഈ ഓപ്ഷനിൽ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലെറ്റ് i cap and j cap be the unit vectors along x and y axis respectively and let a be a positive constant. Which one of the following statement is true for the vector field? i യും j എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്, എക്സും വൈയും ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റന്റും ആണ്. സോ
രണ്ട് വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്. ഒന്ന് F1 എങ്ങനെയാണ് എ ഐ ക്യാപ്പ് വൈ പ്ലസ് ജെ ക്യാപ്പ് എക്സ്, അതുപോലെ F2 എന്ന് പറയുന്നത് എ ഐ ക്യാപ്പ് വൈ മൈനസ് ജെ ക്യാപ്പ് എക്സ്. സോ നമ്മൾക്ക് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. Both F1 and F2 are electrostatic field. Only F1 is an electrostatic field. Only F2 is an electrostatic field. Neither F1 nor F2 is an electrostatic field. So ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വെക്ടറിനെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കേള്, ആ വെക്ടറിന്റെ കേൾ എടുക്കുമ്പോൾ കേള് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് വെക്ടർ ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ മൊഡ്യൂൾ 1 ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ മൊഡ്യൂൾ 1 കേള്, ഡൈവേർജൻസ് അങ്ങനത്തെ ഓപ്പറേഷൻസ് പഠിച്ചത്, നമ്മളെ വെക്ടർ കാൽക്കുലസ്. അപ്പൊ ആ സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. നമുക്കറിയാം എഫ് എന്താണെന്നറിയാം, എഫ് എക്സ്, എഫ് വൈ, എഫ് സെഡ് അല്ലേ. അപ്പോ ഡെൽ ക്രോസ് എഫ്, അതായത് എഫിന്റെ കേൾ എന്ന് പറയുമ്പോൾ ഐ ജെ കെ. നമ്മൾ എങ്ങനെയാണ് കേൾ എടുക്കുക എന്നൊക്കെ നമ്മൾ സെഷനിൽ ക്ലിയർ ആയി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളെ സ്റ്റുഡൻസിന് കാണുമ്പോൾ അറിയുന്നുണ്ടാവും. സോ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്, എഫ് എക്സ്, എഫ് വൈ, എഫ് സെഡ്. ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാൻ അറിയില്ലേ? അപ്പൊ എന്താണ് വരിക? ഇവിടെ നോക്കൂ. അപ്പൊ ഐൻ്റെത് കാണുമ്പോൾ ഐ സെക്ഷൻ കാണുമ്പോൾ ഈ റോ ഈ കോളം ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ എടുക്കുക. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എഫ് വൈ, അത്രയും ഐ മൈനസ് സെക്കൻഡ് ടേം എടുക്കും മൈനസ്. അപ്പോൾ ഈ റോയും ഈ കോളം ഇങ്ങനെ പോകും. അപ്പം ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എഫ് എക്സ്, പിന്നെ ഒരു പ്ലസ് ഇത്രയും ജെ. തേർഡ് ടേം എന്താണ് വരിക? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കറിയാം നമ്മൾ F1 ഫസ്റ്റ് ടേമിനെയാണ് നോക്കുന്നത് കേട്ടോ. സോ F1 എന്ന് പറയുന്നത് എ ഇൻറ്റു ക്വസ്റ്റ്യൻ എത്രയാണ് തന്നിട്ടുള്ളത്? എ ഐ ക്യാപ്പ് ഐ വൈ പ്ലസ് ജെ എക്സ്, ഐ വൈ പ്ലസ് ജെ എക്സ് ആണ് എ, ഐ വൈ പ്ലസ് ജെ എക്സ് ആണ്. സോ ഇവിടുത്തെ F1x എന്ന് പറയുന്നത് y ആണ്, എ വൈ ആണ്. അതേപോലെ F1z, F1 y എന്ന് പറയുന്നത് എ ജെ ആണ്, അല്ല എ എക്സ് ആണ് കേട്ടോ, എ എക്സ് ആണ്. ജെന്റെ കോയിഫിഷ്യന്റ് എ എക്സ് ആണ്. അതുപോലെ F1z എന്ന് പറയുന്നത് 0 ആണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഡെൽ ക്രോസ് F1 കാണണം. ഡെൽ ക്രോസ് F1 കാണുമ്പോൾ ഡോ F1z മൈനസ് ഡോ F1y അങ്ങനെ. അപ്പോൾ F1z വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ F1z വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 0 വരും. കാരണം F1z ഇവിടെ ഇല്ലല്ലോ, നമുക്ക് z കോമ്പണന്റ് ഇല്ലല്ലോ. നെക്സ്റ്റ് Fy ബൈ ഡോ z, Fy പറയുമ്പോൾ ഇതാ ax ബൈ ഡോ z, ഡോ ax ബൈ ഡോ z അത്രയും i. ഇനി മൈനസ് നെക്സ്റ്റ് ടേം fz ബൈ fx, fz ബൈ fx സെയിം 0. അടുത്തത് fx ബൈ z, ഡോ z, fx എന്ന് പറയുമ്പോൾ ay, ഡോ fz ബൈ ഡോ fx ബൈ ഡോ z ആകുമ്പോൾ ay ബൈ ഡോ x അത്രയും j. ഇനി പ്ലസ് അടുത്ത ടേം fy ബൈ fx, അതായത് ax ബൈ ഡോ ax ബൈ ഡോ x അല്ലേ. ഇനി മൈനസ് fx ബൈ fy, fx എന്ന് പറയുമ്പോൾ ഇവിടെ ഡോ ay ബൈ ഡോ y. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത്രയും k എന്നാണ് വരിക. സോ ഇതെന്ന് പറയുമ്പോൾ 0 മൈനസ് ഡോ എക്സ് ബൈ എന്ന് പറയുമ്പോൾ ഇവിടെ ax ആണല്ലോ, ഡോ എക്സ് ബൈ ഡോ z ആണ്, ഡോ എക്സ് ബൈ ഡോ z ആണ് വരിക. ഇതാ ഡോ എക്സ് ബൈ ഡോ z ആണ് വരിക. സോ അതെന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു z ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് 0 ആണ് വരിക. സോ 0 i. ഇതും ഇതേപോലെ തന്നെ ഇവിടെ എന്താ വരിക? ഡോ ay ബൈ ഡോ ay ബൈ y, ഡോ ay ബൈ y ഇതാ. അപ്പോൾ അതും നമുക്ക് എന്ത് വരും? j എന്ന് വരും, പ്ലസ് j എന്ന് വരും. പിന്നെ ഇവിടെ ഇത് a മൈനസ് a അത്രയും k എന്ന് വരും. സോ 0 i പ്ലസ് j ഇൻറ്റു പ്ലസ് k എന്ന് വരും. സോ ഡെൽ ക്രോസ് F1 നമുക്ക് എന്ത് വന്നു? ഡെൽ ക്രോസ് F1 നമുക്ക് 0 എന്ന് വന്നു. ക്ലിയർ ആയോ? ഡെൽ ക്രോസ് F1 നമുക്ക് 0 എന്ന് വന്നു അല്ലേ. ഇവിടെ നമുക്ക് 0 എന്ന് വരും, പ്ലസ് 0. സോ ഡെൽ ക്രോസ് F1 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ക്ലിയർ ആയോ?
ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഡെൽ ക്രോസ് F2. നമ്മൾ F2 എന്ന് പറയുന്നത് നമുക്കറിയാം A ഇൻറ്റു IY മൈനസ് JX ആണ് വന്നിട്ടുള്ളത്. സോ ഡെൽ ക്രോസ് F2 എന്ന് പറയുമ്പോൾ നമുക്ക് വരാം ഡോ FY ഡോ എക്സ് മൈനസ് ഡോ FX ബൈ ഡോ വൈ, ഇത്രയും K എന്നാണ് വരിക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ വരിക, മൈനസ് എ ഇൻറ്റു കെ എന്നാണ് വരിക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് 2AK. സോ F2 ഡെൽ ക്രോസ് F2 എന്താണ്, 0 അല്ല. നമുക്ക് കിട്ടിയ ഡെൽ ക്രോസ് F2 0 അല്ല. അതുകൊണ്ട് ഓൺലി F1 ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്. ഓൺലി F1 ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്. ഓൺലി F1 ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്. അപ്പൊ നമ്മൾ ഡെൽ ക്രോസ് F1 കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 0 എന്നാണ് കിട്ടിയത്. കാരണം ഇവിടെ എന്താ, ഡോ FZ ഇങ്ങനെ നോക്കുമ്പോൾ FZ ബൈ FY വരും. FZ ബൈ FY, അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് FZ. അപ്പൊ 0 വന്നു. പിന്നെ നമുക്ക് FY, ഇവിടെ FY എന്താണ്, AX ആണ്. വിത്ത് റെസ്പെക്ട് ടു Z ചെയ്യുമ്പോൾ AX വരുമ്പോൾ 0 ആയിപ്പോയി. പിന്നെ നെക്സ്റ്റ് ടേം നോക്കുമ്പോൾ AY ബൈ Y ആണ്. AY ബൈ Y എന്ന് പറയുമ്പോൾ നോക്കൂ, AY എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇതാണ് അതായത് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ AY എന്ന് പറയുന്നത് F1, അതായത് AY ബൈ Y എന്ന് പറയുമ്പോൾ നമുക്ക് FX ആണ്. FX എന്ന് പറയുമ്പോൾ AY ബൈ Y എന്ന് പറയുമ്പോൾ നമുക്ക് J കിട്ടി. പിന്നെ അത് ടോട്ടൽ സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്നാണ് കിട്ടുക. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മൾ ഏത് ഓപ്ഷൻ എടുത്തത്, ഓപ്ഷൻ ഓൺലി F1 ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, അതായത് നമ്മൾ ഓപ്ഷൻ B ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ അത് ക്ലിയർ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, കൺസിഡർ എ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം മൊഡ്യൂൾ 1 നോക്കിയിരുന്നു. സ്ഫിരിക്കൽ, സിലിണ്ടറിക്കൽ ആൻഡ് കാർട്ടീഷ്യൻ. കാർട്ടീഷ്യനെയാണ് നമ്മളിവിടെ റെക്ടാങ്കുലർ എന്ന് പറയുന്നത്. XYZ with unit vectors AX, AY and AZ. A plane wave traveling in the region Z greater than or equal to 0 with electric field vector is incident normally on the plane at Z equal to 0 where beta is the phase constant. The region Z greater than or equal to 0 is free space and region Z less than or equal to 0 is filled with a lossless medium. Permittivity epsilon is equal to epsilon 0. Permeability mu is equal to 4 mu 0. Where epsilon 0 equal to 8.85 into 10 raised to minus 12 Faraday per meter and mu 0 is equal to 4 pi into 10 raised to minus 7. So, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് ഉള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്താ പറയുക, ഒരു പ്ലെയിൻ വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ. രണ്ട് റീജിയനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഫസ്റ്റ് റീജിയൻ, അതായത് റീജിയൻ 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അവിടെ എന്താ പറയുന്നുണ്ട്, ഫ്രീ സ്പേസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഫ്രീ സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്. ഫ്രീ സ്പേസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം epsilon 1 ഈസ് ഈക്വൽ ടു 0 ദെൻ mu 1 ഈസ് ഈക്വൽ ടു mu 0. അത്രയും നമുക്ക് മനസ്സിലായി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ലോസ്ലെസ് മീഡിയം, പ്ലെയിൻ നോർമൽ മീഡിയം ഇൻ ഫ്രീ സ്പേസ്. സോറി, ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളത്. അപ്പോൾ സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ക്വസ്റ്റ്യൻ പറയുന്നത് വാല്യൂ ഓഫ് ദ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട് 2/3, 3/5, 1/3, 2/5. നമുക്ക് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ എഴുതിയതെന്ന് വെച്ചാൽ റീജിയൻ 1 അല്ലേ, ഫസ്റ്റ് റീജിയൻ 1 ആവുമ്പോൾ Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മളോട് പറയേണ്ടത് ഫ്രീ സ്പേസ് ആണെന്ന്. ഫ്രീ സ്പേസ് ആണ് സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ epsilon 1 എന്താവും, epsilon 0. mu 1 എന്താവും, mu 0. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ്. റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ്, പിന്നെ ഇവിടെ ഒരു പോയിന്റ് പ്രത്യേകം പറയുന്നുണ്ട്, നോർമലി ഓൺ ദ പ്ലെയിൻ. ഇൻസിഡന്റ് ചെയ്യുന്നത് നോർമലി ഓൺ ദ പ്ലെയിൻ. അതായത് നമ്മൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് ഡെറിവേഷനിലെ ഒബ്ലിക് ഇൻസിഡൻസിലും നോർമൽ ഇൻസിഡൻസിലും, അതിൽ ഒബ്ലിക് ഇൻസിഡൻസ് പറയുമ്പോൾ പാരലൽ പോളറൈസേഷന്റെ കേസും അതുപോലെ പെർപെൻഡിക്കുലർ പോളറൈസേഷന്റെ കേസും, അങ്ങനെ 3 കേസ് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോർമൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് നമ്മളെ ഇക്വേഷൻ എന്താണ് വരിക, ഗാമ അറ്റ് നോർമൽ ഇൻസിഡൻസ് ഈക്വൽ ടു eta2 minus eta1 divided by eta2 plus eta1. അപ്പോൾ epsilon 1 ആയി mu 1 ആയി. അപ്പോൾ ഈറ്റന്റെ ഇക്വേഷൻ എന്താണ്, റൂട്ട് ഓഫ്
μ0/ε0. ഇത് എയറിന്റെ കേസ് ആയത് നമുക്ക് കോൺസ്റ്റന്റ് ടേം ആണ് 377 ഓം എന്നറിയാം. ഇനി അതുപോലെ റീജിയൻ 2 ആകുമ്പോഴുള്ള കേസ് നോക്കൂ. റീജിയൻ 2 ആകുമ്പോൾ എന്താ പറയുന്നത്, Z<0 ആണ്, ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണ് തന്നിട്ടുണ്ട് അല്ലെ, ഡൈഇലക്ട്രിക് മീഡിയം. അപ്പൊ അവിടെ ε1 എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, അതാ ε is equal to ε0. ε തന്നെയാണ് തന്നത്. അതായത് ε2 is equal to ε0. പക്ഷെ μ2 is equal to μ2 is equal to 4μ0 എന്നാണ് തന്നത്. 4μ0 എന്നും തന്നിട്ടുണ്ട്. സോ നമ്മളിത് നോക്കുകയാണെങ്കിൽ η2 is equal to 4μ0/ε0. 4μ0/ε0 that is equal to √4 into 377 ohm. That is 2√377. ഇതിന്റെ ആൻസർ 7 അല്ല സോറി ഇങ്ങനെയല്ല, അതാ 2 into 377. So that will be equal to എത്രയാണ് വരിക, 754 ohm എന്ന് വരും. സോ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക, therefore gamma is equal to η2 minus η1 divided by η2 plus η1. η2 ആണ് 754, മറ്റേ 754 minus 377 divided by 754 plus 377. So that will be equal to 1/3. 1/3 ഏതാ നമ്മളെ ഓപ്ഷന്, ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആയോ? നമുക്ക് 2 റീജിയൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ റീജിയന്റെ കേസുകൾ നമുക്ക് പറഞ്ഞു. നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഇക്വേഷൻ ആയിരുന്നു η2 minus η1 divided by η2 plus η1. അപ്പൊ രണ്ട് ഇൻട്രിൻസിക് ഇമ്പിഡൻസുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. ഗാമന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ 1/3 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോർ എ വെക്റ്റർ ഫീൽഡ് ഡി തന്നിട്ടുണ്ട്. ഡി ഈസ് ഈക്വൽ ടു ഡി എന്താ വായിച്ചിട്ട് ആൻസർ ചെയ്യാം. ഡി ഈസ് ഈക്വൽ ടു റോ കോസ് സ്ക്വയർ ഫൈ എ റോ ക്യാപ്പ് പ്ലസ് സെഡ് സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എ ഫൈ ക്യാപ്പ് ഇൻ എ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം റോ ഫൈ സെഡ് വിത്ത് യൂണിറ്റ് വെക്ടേഴ്സ് എ റോ എ ഫൈ എ സെഡ്. The net flux of D leaving the closed surface of the cylinder rho equal to 3 0 less than or equal to z less than or equal to rounded off to decimal place. നമുക്ക് ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, സൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നെറ്റ് ഫ്ലക്സ് ആണ്. സൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ആണ്. അപ്പൊ ഡി നമുക്ക് തന്നിട്ടുണ്ട് റോ കോസ് സ്ക്വയർ ഫൈ എ റോ ക്യാപ്പ് പ്ലസ് സെഡ് സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എ ഫൈ ക്യാപ്പ്. ഇത്ര നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് പിന്നെ ലിമിറ്റ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡി എസ് എന്താണ് വരിക, റോ ഡി ഫൈ ഡി സെഡ് എ റോ ക്യാപ്പ്. ഇതെങ്ങനെ വന്നു, ഡിഫറൻഷ്യൽ സർഫസ് ഏരിയ നമ്മൾ ഓരോ കേസ് നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം അങ്ങനത്തെ സ്ഫെറിക്കലും അതേപോലെ റെക്ടാങ്കുലർ നമ്മൾ പഠിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എടുത്തതാണ് ഡി എസ് റോ. നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയതാണ് ഡി എസ് ഈക്വൽ റോ ഡി ഫൈ ഡി സെഡ് എ റോ ക്യാപ്പ്. പിന്നെ നമുക്ക് ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. സൈ ഈസ് ഈക്വൽ ടു 0 to 2π ആണ് നമ്മളുടെ എന്ത് വരിക, ഫൈൻ്റെ ലിമിറ്റ് വരിക. അത് നമുക്ക് അറിയുന്ന കേസാണല്ലോ, 0 to 2π. അതേപോലെ നെക്സ്റ്റ് നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട്, എന്താണ് 0 to 2 തന്നിട്ടുണ്ട്. ഡി സെഡ് 0 to 2 തന്നിട്ടുണ്ട്. അപ്പോൾ റോ കോസ് സ്ക്വയർ ഫൈ എ റോ ക്യാപ്പ് പ്ലസ് സെഡ് സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എ ഫൈ ക്യാപ്പ് ഇത്രയും. പിന്നെ നമ്മൾ ഡി എസ് പറഞ്ഞാൽ റോ ഇൻറ്റു ഡി ഫൈ ഇൻറ്റു ഡി സെഡ് ഇൻറ്റു എ റോ ക്യാപ്പ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതും ഒരു ടേം ഇതും ഒരു ടേം. ഈ ടേം ഇൻറ്റു ഇത് ചെയ്യണം, അതേപോലെ ഈ ടേം ഇൻറ്റു ഇത് ചെയ്യണം. സോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എ റോ ക്യാപ്പ് ഇൻറ്റു എ റോ ക്യാപ്പ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഇതാ ഈ ടേമിൻ്റെ അതേപോലെ എ ഫൈ ക്യാപ്പ് ഇൻറ്റു എ റോ ക്യാപ്പ് ഈക്വൽ ടു 0. അതിവിടെ സിമ്പിളാക്കി തരാം. ഇതാ ഈ റോയും ഈ ഒരു റോ ക്യാപ്പും ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. പക്ഷേ എ ഫൈ ക്യാപ്പിൻ്റും എ റോ ക്യാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. സോ ഈ ഒരു ടേം ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ ആ ഹോൾ ഇക്വേഷൻ ഈ ഒരു സെഡ് സ്ക്വയർ അതായത് ഈ ടേം കംപ്ലീറ്റ്ലി അവിടെ നിന്ന് പോകും. പിന്നെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുണ്ടാവുക സൈൻ ഈസ് ഈക്വൽ ടു 0 to 2π 0 to 2 റോ കോസ് സ്ക്വയർ ഫൈ എ റോ ക്യാപ്പ് ഇൻറ്റു റോ ഡി ഫൈ ഡി സെഡ് എ റോ ക്യാപ്പ്. ഇങ്ങനെയാണ് നമുക്ക് എയറോ ക്യാപ്പ് ഇൻറ്റു എയറോ ക്യാപ്പ് ചെയ്തപ്പോഴാണല്ലോ അത് കിട്ടിയത്. അപ്പോൾ ഇൻറ്റു 1 ഇത്രയാണ് വരിക. ഇനി ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വാല്യൂ വരുന്നതെന്ന് നോക്കി നോക്കാം. അത് നമുക്കറിയാം റോ എന്ന് പറയുന്നത് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ.
റോ ഈസ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈ ഈസ് ഈക്വൽ ടു 0 to 2 pi 0 to 2 3 സ്ക്വയർ, അതായത് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ 9 cos സ്ക്വയർ പൈ d5 dz എന്ന് വരും. സോ ഇത് ഞാൻ 9 എന്ന് നമുക്ക് കോൺസ്റ്റന്റ് ടേം വരും. അപ്പം 9 പുറത്തെടുത്താൽ 0 to 2 pi 0 to 2 cos സ്ക്വയർ പൈ d5 dz. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേം മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. 0 to 2 cos സ്ക്വയർ പൈ 2 pi, അതായത് 0 to 2 pi cos സ്ക്വയർ പൈ d5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്താണ് കിട്ടുക? 0 to 2 pi cos സ്ക്വയർ പൈ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്ത് വരും നമുക്ക് ആൻസർ? അത് ചെയ്യുമ്പോൾ നമുക്ക് പൈ എന്ന് ആൻസർ കിട്ടും. സിമിലർലി ഇൻ്റഗ്രൽ 0 to 2 dz, ആദ്യം നമ്മൾ ഇൻ്റഗ്രൽ 0 to 2 dz ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും dz എന്നുള്ളത് കേട്ടോ. dz എന്ന് പറയുമ്പോൾ z ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to ദാറ്റ് 2 വരും, ഇത് പൈയും വരും. സോ നമുക്ക് ആൻസർ കിട്ടും 9 into 2 into pi. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 18 pi. 18 pi കൂളോംബ് എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 56.54 കൂളോം എന്ന് വരും. 56.54 കൂളോം എന്ന് വരും. ഇത്രയാണ് നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് സൈ കിട്ടി 56.54 കൂളോം എന്ന് വന്നു. മനസ്സിലായോ? എന്താ ചെയ്തത്? നമ്മൾ സൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ആണ്. അപ്പോൾ ഡി എസ് എടുക്കുമ്പോൾ റോ d5 dz എടുത്തു. പിന്നെ അതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ ആദ്യം 0 to 2 ചെയ്തു. 0 to 2 ചെയ്തപ്പോൾ നമുക്ക് പൈ വന്നു. 2 pi മൈനസ് പൈ വന്നപ്പോൾ പൈ വന്നു. പിന്നെ 0 to 2 dz ഇൻ്റഗ്രൽ 0 to 2 അതിന് 2 വന്നു. അപ്പോൾ 2 into 9 into പൈ വന്നപ്പോൾ ഇതാണ് ആൻസർ കിട്ടിയത്. സോ ഇത്രയാണ് നമുക്ക് 56.54 എന്നാണ് ഇതിൻ്റെ വാല്യൂ വന്നത്. ഇനി നമുക്ക് ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഈ സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് Z0 ഈക്വൽ ടു 50 ohm. അതായത് നമുക്ക് Z0 തന്നിട്ടുണ്ട് 50 ohm. The magnitude of the reflection coefficient, the gamma തന്നിട്ടുണ്ട് 0.6 as one moves from towards the load generated from the load. The maximum value of the input impedance കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ മാക്സിമം Z മാക്സിൻ്റെ ഇക്വേഷൻ ആണ് Z0 into S. Z0 നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്. S എന്ന് പറഞ്ഞാൽ നമ്മൾ VSWR. S is equal to 1 plus mod gamma by 1 minus mod gamma. ഗാമ തന്നിട്ടില്ലേ? സോ 0.6. 1 plus 0.6 divided by 1 minus 0.6. That will be equal to 4. സോ Z max നമുക്ക് കിട്ടി. എന്താണ്? Z0 തന്നിട്ടുണ്ട് 50 into 4 that is equal to 200 ohm. അപ്പോൾ Z max കിട്ടി 200 ohm എന്ന് കിട്ടി. സോ അതാണ് ഈ ഒരു സെഷനിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. Z0 തന്നിട്ടുണ്ട്, മോഡ് ഗാമ തന്നിട്ടുണ്ട്. ഇത്രയും വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 ഗാമ എന്ന് കിട്ടും. സോ അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ, ഗേറ്റ് എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ഒന്നല്ല. അപ്പോൾ നമ്മൾ ഗേറ്റ് ഇൻറ്റിഗ്രേറ്റ് ആയിട്ടുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മളൊരു 7 ക്വസ്റ്റ്യൻസ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്നുള്ള, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ സിലബസിൽ വരുന്ന സെക്ഷൻ 8ലാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഉള്ളത്. അതിൻ്റെ അണ്ടറിലുള്ള നമ്മൾ KTUവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്തത്. എത്ര ഈസി ആയിട്ടാണ് നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുക നിങ്ങൾക്ക് ഈ സെഷൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഗേറ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാം. നിങ്ങളും പഠിക്കുന്നതിനൊപ്പം തന്നെ BTech പഠിക്കുന്നതിനൊപ്പം തന്നെ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. മാക്സിമം മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് സ്പീഡാക്കുക പ്രോബ്ലംസ് ഒക്കെ. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇൻറ്റഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ന്യൂമറിക്കൽസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സ്പീഡിൽ ക്വിക്കായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ഗേറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്യാനും പറ്റുക. സോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മളെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്